നമസ്കാരം. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ്, വനിതാ തിയേറ്ററിലാണ്. ആ ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ പൊളിയല്ലേ മോനെ? പൊളിക്കുമല്ല നമ്മള്. പിന്നെ പൊളി മൂഡ്. പൊളി മൂടാണ്. പൊളിയാണ്. നമ്മുടെ ലാലേട്ടനല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൊന്നാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ദിവസങ്ങളൊന്നാണ്. ആഘോഷിക്കുകയാണ്, അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ്. മലയാള സിനിമയുടെ അഭിമാനമായ നമ്മുടെ ലാലേട്ടനെ ബർത്ത്ഡേ നിമിഷങ്ങൾക്ക് മാത്രം 12 മണിയാകുന്നതോട് നമ്മുടെ മതിക്കുന്നുണ്ട്. കേക്ക് മുറിച്ച് കേക്ക് മുറിച്ച് നമ്മുടെ ലാലേട്ടന് ഒന്നുകൂടി 64-ാം വയസ്സ് അല്ലേ? ഇനി ലാലേട്ടൻ നമുക്ക് എന്താ തരണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ചങ്ങളം നമ്മുടെ ലാലേട്ടൻ ഇനി മലയാള സിനിമക്ക് ഒന്നും അദ്ദേഹം നൽകാനില്ല, അത്രമാത്രം നൽകി കഴിഞ്ഞ അദ്ദേഹം. അതുപോലെ ലാസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൽ അദ്ദേഹം പറഞ്ഞു എനിക്കെന്നെ പിള്ളേരുണ്ടെന്ന്. അതൊന്നും പറയുന്നു നമ്മളെ മരണത്തോടെ പറയുന്നു. ലാലേട്ടനോട് എന്നും നമ്മളെ ഫാൻസാർ പിള്ളേരെന്നും കൂടെ ഉണ്ട്. ലിൻഡോ ഡേവിസ്, എടപ്പള്ളി വനിതാ തിയേറ്ററിന്റെ ഓണറാണ്. ഇവിടെ ലാലേട്ടന്റെ എല്ലാ പടങ്ങളും ഒരുവിധം നന്നായിട്ട് പോയിട്ടാണ്. ലാലേട്ടന്റെ പുലിമുരുകനാണ് ഏറ്റവും നല്ല തിയേറ്ററിന് ഏറ്റവും നല്ല ബ്രേക്ക് ഉണ്ടായ ഒരു സിനിമ. അതിനുശേഷം പുള്ളിയുടെ ഒരുവിധം പടങ്ങളെല്ലാം ഹിറ്റ് പടങ്ങളെല്ലാം നന്നായിട്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പടങ്ങൾ. ഇന്ന് ലാലേട്ടന്റെ ജന്മദിന എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും ഉള്ളതുപോലെ തന്നെ എടപ്പള്ളി വനിതാ തിയേറ്ററിലും ലാലേട്ടൻ്റെ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകൾക്കും വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. എമ്പുരാൻ ഉൾപ്പെടെ 50 ദിവസത്തോളം ഈ തിയേറ്ററുകളിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഒരു ഷോ 24 ദിവസം ഓരോ ദിവസവും തന്നെ പ്രദർശിപ്പിക്കാനുള്ളൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ അത് മാറി. മാത്രമല്ല അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ചൊരു കളക്ഷൻ ഈ തിയേറ്ററിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുലിമുരുകൻ ഈ പറയുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ട് പല സിനിമകളും ഇതുപോലെ മോഹൻലാലിൻ്റെ സിനിമകൾ വളരെയധികം വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വനിതാ തിയേറ്ററിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. ഇന്ന് ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഇവിടെ ഒരുപാട് ആരാധകർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ജന്മദിന ആശംസകൾ നേരുന്നു. താങ്ക് യു. ഏറ്റവും കൂടുതൽ നമ്മളുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എറണാകുളം ഡിസ്ട്രിക്ട് ഞങ്ങൾ ആക്ച്വലി ഈ പരിപാടി പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ആദ്യം മോഹൻലാൽ ഫാൻസ് അസോസിയേഷനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാ ഈ എനർജി എനിക്ക് തോന്നുന്നില്ല വേറൊരു ആക്ടറിൻ്റെയും ബർത്ത്ഡേക്ക് ഇങ്ങനൊരു പ്രസൻസ് ഇപ്പം ഏതാണ്ട് സമയം ഈ 1 മണിക്ക് കേരളത്തിൽ ഒരു നടനും ഇത്ര ആൾക്കാരെ കിട്ടാൻ ബർത്ത്ഡേക്ക് വേണ്ടി ഇവിടെ ഒത്തുകൂടി എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇനി ഏകദേശം 10 മിനിറ്റ് കൂടിയാണ് നമ്മളുടെ ഈ ഷോ ഉണ്ടാവുന്നത്. സോ നന്ദി പറയാനായിട്ട് ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വൈശാഖിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ ഇത്രയും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന മനോരമ ഓൺലൈനിലും മൈജിക്കും
പിന്നെ മനോരമ ഓൺലൈൻ്റെ എല്ലാ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കസ്റ്റമർ വെൽഫെയർ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് ഒരു മണിക്കും ഇത്ര ആക്റ്റീവായിട്ട് നിന്ന എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഞങ്ങൾ ഈ പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ഇത്രയും എനർജി ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ ചിന്തിച്ചില്ല. ഇതിൽ ആലയുടെ ആരാധകരാണ്. നിങ്ങളെല്ലാവരും ഇത്ര എനർജി തന്നു, ഭയങ്കര സന്തോഷം. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് കൂടി നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. ബാക്ക് ടു സ്ക്രീൻ.